തുർക്കിയെ നേരിടാൻ സിറിയയിൽ റഷ്യൻ താവളങ്ങൾ നിലനിർത്താൻ ഇസ്രായേൽ. യുദ്ധത്തിൽ തകർന്ന സിറിയയിൽ തുർക്കിയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെ ചെറുക്കുന്നതിന് റഷ്യയ്ക്ക് സിറിയയിൽ സൈനിക താവളങ്ങൾ നിലനിർത്തുവാൻ അനുവദിക്കണമെന്ന തന്ത്രപ്രധാനമായ നിർദ്ദേശം ഇസ്രായേൽ വാഷിംഗ്ടണിനെ അറിയിച്ചതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. സിറിയയിലെ അങ്കാറയുടെ പിന്തുണയുള്ള പുതിയ ഇസ്ലാമിക ഭരണാധികാരികൾ ജൂതരാജ്യത്തിന്റെ അതിർത്തികൾക്ക് ഭീഷണിയാണെന്ന് കരുതി ഇസ്രായേൽ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഈ മാസം ആദ്യം വാഷിംഗ്ടണിലും ഇസ്രായേലിലും US കോൺഗ്രസ് പ്രതിനിധികളുമായി നടന്ന യോഗങ്ങളിൽ ജെറുസലേം തങ്ങളുടെ കാഴ്ചപ്പാടുകൾ ഉന്നത US ഉദ്യോഗസ്ഥരുമായി പങ്കുവച്ചതായും വാർത്തകളുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സർക്കാരിലെ ഉന്നത ഉദ്യോഗസ്ഥർ ബഷാർ അസദിനെ അട്ടിമറിച്ച പ്രചാരണത്തിന് നേതൃത്വം നൽകിയതായും അൽ ഖ്വയ്ദയുമായി ബന്ധമുള്ള ഒരു ഗ്രൂപ്പിൽ നിന്ന് ഉയർന്നുവന്നതുമായ ഇസ്ലാമിക വിഭാഗമായ ഹയാത്ത് തഹ്രീർ അൽ ഷാമിനോട് അവിശ്വാസം പ്രകടിപ്പിച്ചതായും ഇസ്രായേൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്. തെക്കൻ സിറിയയിലെ ജിഹാദി സാന്നിധ്യം ഇസ്രായേൽ അനുവദിക്കില്ലെന്നും പ്രദേശം സൈനികവൽക്കരിക്കണമെന്നും നെതന്യാഹുവും അറിയിച്ചു.